ഒരുപാട് സന്തോഷം തോന്നുന്നു കേട്ടോ. വേറൊരു രാജ്യത്തിലെ ഒരു കാട്ടിന്റെ അകത്തേക്ക് ഞാൻ ഇങ്ങനെ പോകുന്നൊരു ഫീല് കേട്ടോ. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആൽമാട്ടി റീജിയനിലെ സാത്തി എന്ന ഗ്രാമമാണ്. കോൾസായി എന്ന വലിയ മനോഹരമായ തടാകമുണ്ട്. ആ തടാകത്തിന്റെ ആദ്യത്തെ ഒരു കവാടമാണ് കേട്ടോ സാത്തി ഗ്രാമം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഗ്രാമത്തിൽ നിന്നല്ല, ആൽമാട്ടിൽ നിന്ന് ഡയറക്റ്റ് കോൾസായിൽ ആദ്യ തടാകം വരെ വാഹനങ്ങൾ പോകാട്ടോ, ടാക്സി വരെ പോകാൻ സാധിക്കും. എൻ്റെ പ്ലാനിങ് ട്രെക്ക് ചെയ്ത് പോകാൻ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഭംഗി അതിന് തന്നെ ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ സാത്തിയിലൊരു ഗ്രാമത്തിലാണ് താമസം. ഈ താമസത്തിന് എടുത്ത് വിചാരിച്ച വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ, അല്ലാത്ത പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ ഭൂപ്രദേശത്ത് നിന്ന് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് അത്രയും തണുപ്പായിരിക്കും കേട്ടോ. കോഫിയാണേ. ഇവിടെ നിങ്ങൾ വരുമ്പം ഹോം സ്റ്റേ ആയാലും ടാക്സി ആയാലും എല്ലാം നിങ്ങൾ വില പേഷണം കേട്ടോ. ടൂറിസ്റ്റിൻ്റെ അടുത്ത് കൂടുതൽ പൈസ ഈടാക്കാൻ ചാൻസ് ഉണ്ട്. പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യില്ല കേട്ടോ. അവർ നമ്മളോട് മാന്യമായി സംസാരിച്ചിട്ടാണ് വാങ്ങുക. ഭൂമിയിൽ എല്ലാ സ്ഥലത്തും അത് ഒരുപോലെ തന്നെയാണ് കേട്ടോ. കോൾസായി നാഷണൽ പാർക്കിന് അകത്തല്ല സാത്തി എന്ന ഗ്രാമം കേട്ടോ, തൊട്ട് പുറത്തായിട്ടാണ് വരുന്നത്. നാഷണൽ പാർക്കിന് അകത്ത് പോകണം. അത് നാളെ അവിടെ എത്തിയിട്ട് അവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ താമസിക്കുന്ന വീട്ടിലെ അമ്മ. ഹായ് ഹായ് ഹായ്. നെയിം നെയിം നെയിം. ഞാൻ എങ്ങനെ സംസാരിക്കുന്നുണ്ടോ? ട്രാൻസ്ലേറ്റർ. കസാക്കിയൻ ഭാഷ, റഷ്യൻ ഭാഷയ്ക്ക് ഇവിടെ ഉപയോഗിക്കും. പേര് പറയാമോ? ഓക്കെ, താങ്ക് യു. ഇതൊക്കെ ഉണ്ട് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ആയിട്ട് ഈ കാണുന്ന ബന്നും നമ്മുടെ ആപ്പിളിന്റെ ജാമും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ റൂമുകൾ കണ്ടോ, ഒരു റൂമിന്റെ അകത്ത് 4-5 കട്ടിലുണ്ടാകും. നമ്മുടെ നാട്ടിലെ ഡോർമെട്രി ആണ് കേട്ടോ. സത്യം പറഞ്ഞ ഈ പൈസയിൽ എനിക്ക് എന്താണ് എന്റെ കൂട്ടുകാരുണ്ട്, അവർക്ക് ഇവിടെ കിടന്നുറങ്ങാം കേട്ടോ. 1000-1500 ഇന്ത്യൻ പൈസയിൽ. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ സഞ്ചരിക്കുമ്പോൾ ഒരിക്കലും 1500 എനിക്ക് വേണ്ടി വന്നില്ല കേട്ടോ. 300 രൂപ 200 രൂപയ്ക്കാണ് ഇങ്ങനെ ഡോർമെട്രിയിൽ കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. ഫുഡും നമുക്ക് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം. ഇവിടെ ഫുഡ് കിട്ടും കേട്ടോ, 3 നേരത്തെ ഭക്ഷണം കിട്ടും. പക്ഷേ ഈ രാജ്യത്തിന്റെ റൂൾസ് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഒരിക്കലും എൻ്റെ രാജ്യത്തിൽ ഇന്ന കാര്യങ്ങളുണ്ട് പറഞ്ഞ് ഒരിക്കലും നമ്മൾ ഇവരോട് ഒരിക്കലും ബാർഗെയിൻ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇവിടുന്ന് പായിച്ചു കളയും, അടിച്ചു ഓടിച്ചു കളയും. നമ്മളിപ്പോൾ ഒരു രാജ്യത്തിൽ വന്നാൽ ആ രാജ്യത്തിന്റെ നിയമം എന്താണോ അത് നമ്മൾ പാലിക്കണം. കാരണം ഓരോ രാജ്യത്തിന്റെ നിയമവും അവിടുത്തെ പൗരന്മാർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അവിടുത്തെ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ബഡ്ജറ്റ് യാത്ര എന്നെ കൊണ്ടാവുന്നത് ലിഫ്റ്റ് അടിച്ചും നടന്നും ക്യാമ്പ് ചെയ്തൊക്കെയാണ്. അത് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം യാത്രകൾ തുടരുകയാണ്. കുറേ കാഴ്ചകൾ കാണാനുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകില്ലേ? ഞാൻ താമസിക്കുന്ന വീട്ടിലത്തെ ആട്ടിൻകുട്ടനാട്ടോ, ചെമ്മരിയാട്. എന്താ രസല്ലേ ഇവര് വെയിലത്ത് എന്താണ് കെട്ടിട്ട് കരയുന്നു കേട്ടോ. പാവല്ലേ ചിങ്കള. തണുപ്പടിച്ചിട്ട് ചുണ്ടൊക്കെ പൊട്ടിപ്പോയി. പക്ഷെ കാഴ്ചകൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതെന്താണല്ലോ. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. മുഖം കണ്ടോ ടാൻ അടിക്കുന്നത്, അത് തണുപ്പിൻ്റെ ആയിട്ടാണ്. അപ്പം സാത്തി ഗ്രാമത്തിൽ നിന്ന് 16 കിലോമീറ്ററുണ്ട് കോൾസായി തടാകത്തിലെ ആദ്യത്തെ ലേക്ക് കേട്ടോ. 16 കിലോമീറ്റർ എത്തിപ്പെടുന്നൊരു ഐഡിയ ഇല്ല. വണ്ടിയിൽ നിന്ന് ലിഫ്റ്റ് കിട്ടണം നോക്കാം കേട്ടോ. ആദ്യത്തെ തടാകം വരെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഭയങ്കര പൈസ കേട്ടോ വാഹനത്തിൽ പോകാൻ വേണ്ടി. എന്തായാലും നമുക്ക് ഒരുങ്ങിയിട്ടുണ്ട്, മെല്ലനെ നടക്കാം. എന്നിരുന്നാലും ഈ കാഴ്ചകളൊക്കെ അത്രമാത്രം സന്തോഷം നൽകുന്നുണ്ട് കേട്ടോ.
ഞാൻ ഈ ബാക്ക് പാക്ക് എടുത്ത് നടക്കുന്ന കാര്യമില്ലേ, ഈ ഒരു ഏരിയയിൽ വളരെ കുറവാണ് കേട്ടോ. ഞാൻ ഇത്രയും ദിവസമായിട്ട് ഒരു മനുഷ്യരെ കണ്ടില്ല ഇങ്ങനെ ബാക്ക് പാക്ക് എടുത്ത് നടന്നു പോകുന്ന ആൾക്കാരാ. എല്ലാവരും വാഹനങ്ങളാണ് കേട്ടോ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും വാഹനങ്ങൾ എത്തിപ്പെടും. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ ഒരു ടെറൈൻ കേട്ടോ, വണ്ടി ഇതിലൂടെ വേണമെങ്കിലും പോകും. അങ്ങനെയുള്ള പർവ്വതങ്ങളാണ്, കല്ലും മണ്ണൊക്കെ നിറഞ്ഞ പർവ്വതങ്ങളല്ല, ഒരു പച്ച വിരിച്ച പർവ്വതങ്ങളാണെന്ന് പറയാം കേട്ടോ. അതൊരു സന്തോഷം. ഹായ്, ഞാനിപ്പോ കോൾസായി നാഷണൽ പാർക്കിനകത്ത് കയറി. നിങ്ങൾ ഈ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ടാവും. എന്റെ മുമ്പത്തെ, ഞാൻ ഈ സാത്തി വില്ലേജിൽ വരുന്ന മുന്നേ വീട്ടിലത്തെ ഏട്ടനാട്ടോ. പുള്ളിക്കാരൻ മലയാളി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. എന്നെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ക്യാമ്പിങ്ങിനുള്ള പെർമിഷൻ ചെക്ക് പോസ്റ്റിന് അടുത്ത് കേട്ടോ. താങ്ക് യു ബ്രദർ, താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ഒരു കോൾസായിൽ വരുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ടൂർ കമ്പനി ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഗൈഡിനൊക്കെ വെച്ച് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുള്ളിക്കാരെ പരിചയപ്പെട്ടോ. നല്ലൊരു ലോക്കലാണ് കേട്ടോ ഇവിടുത്തെ. എന്തായാലും ക്യാമ്പിങ്ങിനുള്ള പെർമിഷൻ കിട്ടിയില്ല, ഒരുപാട് സന്തോഷം. അങ്ങനെ കൊടുക്കില്ല എന്നാ പറയുന്നത് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും സന്തോഷമായി കേട്ടോ. കാരണം ആനിമൽസ് ഒക്കെ ഉള്ള ഒരു നാഷണൽ പാർക്കാണ്. കാരണം ഈ പുലി അങ്ങനെ കുറെ ആനിമൽസ് ഉള്ള സ്ഥലമാണ്. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളും പറഞ്ഞപ്പോൾ ആക്കി തന്നെയാണ്. കുറച്ച് ദൂരം എന്നെ ഡ്രോപ്പ് ചെയ്യും, മെയിൻ ചെക്ക് പോസ്റ്റിലെത്തി എൻ്റെ വിവരങ്ങൾ പറഞ്ഞു തന്ന് എന്നെ അകത്ത് കയറ്റി വിട്ടിട്ട് പുള്ളിക്കാർ പോകുന്നു കേട്ടോ. അത് മാത്രം മതി. ഒരുപാട് സന്തോഷമായി കേട്ടോ. കോൾസായി ഫസ്റ്റ് ലേക്കാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് വാഹനം കൊണ്ട് അടുത്ത് വരാൻ പറ്റുന്ന തടാകമാണ് കേട്ടോ കോൾസായിലെ ലേക്ക് 1 എന്ന് പറയുന്നത്. എത്ര സുന്ദരാണെന്ന് നോക്കിയേ, ഒരു പച്ചയും നീലയും കലർന്ന മഞ്ഞുമലകളൊക്കെ കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ തടാകം കേട്ടോ. ഇവിടുന്ന് ലേക്ക് 2ലേക്ക് 7-8 മണിക്കൂറോളം നടത്തം വരും കേട്ടോ. മെല്ലനെ പോവുകയാണെങ്കിൽ, സ്പീഡ് പോവുകയാണ് വിത്തൗട്ട് ലഗേജ് വിത്ത് ഗൈഡൊക്കെ ആണെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷെ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. രണ്ടാമത്തെ ലേക്കിലേക്ക് ട്രെക്ക് ചെയ്യാൻ പോവാണ്. അതിനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും വേണം കേട്ടോ 2ാം ലേക്കിലേക്ക് പോകാൻ. 3ാമതൊരു ലേക്ക് ഉണ്ട്, അത് കിർഗിസ്ഥാൻ ബോർഡറൊക്കെ വരുന്ന ഏരിയ ആണ്. അതും പോകാൻ സാധിക്കും, ഗൈഡില്ലാണ്ട് വിടുമെന്ന് അറിയില്ല. അത് അത്രമാത്രം ഫുഡ് എത്തുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും എൻ്റെ എല്ലാ സാധനങ്ങളും എടുത്ത് ഈ ഒരു കൊടുങ്കാട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ വേറൊരു ടൂറിസ്റ്റ് ഞാൻ കാണുന്നില്ല കേട്ടോ ഇങ്ങനെ ട്രെക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒറ്റക്കാർക്ക് ഈ നാഷണൽ പാർക്കിൻ്റെ അകത്ത് കരടികളും പുലികളൊക്കെ വസിക്കുന്ന ഒരു മനോഹരമായ നാഷണൽ പാർക്കാണ്. എന്തായാലും പോവാം കേട്ടോ, പോയി വരാം. സുന്ദരമായ ഭൂമിയിലേക്കാണ് എൻ്റെ യാത്ര പോകുന്നത്. ഇഷ്ടപ്പെട്ടു കേട്ടോ, ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ നേപ്പാളിലെ ഷെയ്പോക്സിൻ്റെ തടാകം പോയൊരു ഓർമ്മയുണ്ട് എനിക്ക് തോന്നുന്നത്. ഷെയ്പോക്സിൻ്റെ തടാകം എത്തിപ്പെടാൻ ഞാൻ ഒറ്റ പാട് എനിക്കറിയാം. പക്ഷേ ഈ രാജ്യം എത്ര ഡെവലപ്ഡ് ആണെന്നാണ് നമുക്ക് ചിന്തിക്കുക കേട്ടോ. ഫസ്റ്റ് തടാകം വരെ മലയോര പ്രദേശത്തൂടെ വാഹനങ്ങൾ എത്തുന്നുണ്ട്. നേപ്പാളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നേപ്പാളൊക്കെ ഉയർന്ന ഭൂപ്രദേശമാണ്. ഇതിൻ്റെയൊക്കെ 4 ഇരട്ടി ഉയരമുള്ള സ്ഥലമാണ് നേപ്പാളൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഒരു തടാകം അത്രയും സന്തോഷം നൽകുന്നത് കേട്ടോ. കോൾസായി ലേക്ക് 1ലാണ് ഉള്ളത്. ഇനി ഇവിടുന്ന് നമുക്ക് ഉള്ളിലേക്കുള്ള യാത്ര പോകണം. ക്യാമ്പിംഗ് ഉണ്ടാവുക, കൊടുങ്കാട്ടിലെ ജീവിതം, ഇതൊക്കെ നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഒരുപാട് സന്തോഷം തോന്നുന്നു കേട്ടോ. വേറൊരു രാജ്യത്തിലെ ഒരു കാട്ടിന്റെ അകത്തേക്ക് ഞാൻ ഇങ്ങനെ പോകുന്നൊരു ഫീല് കേട്ടോ. എന്റെ ദൈവം, എന്റെ സ്വപ്നങ്ങളൊക്കെ പൂർണ്ണമാവുകയാണല്ലോ. അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ഒരു ഇന്റർനെറ്റ് കണക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. എന്തായാലും ലേക്ക് ഭംഗി, അതായത് 1ാമത്തെ ലേക്കിന്റെ വ്യൂ കാണുന്നുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് ലക്ഷറി റിസോർട്ട് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ് ആൾക്കാർക്ക് വരുന്നൊരു ഭാഗമാണ് കേട്ടോ. കാറ് വരുന്ന ഭാഗം ഏകദേശം ഇവിടുന്നൊരു 2 കിലോമീറ്റർ അപ്പുറമായിട്ട് കേട്ടോ. എന്തായാലും സന്തോഷം കേട്ടോ. കാടുകളിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കാം സുഹൃത്തുക്കളെ. കുതിരപ്പുറത്ത് പോകുന്ന സഞ്ചാരികളെ കാണാൻ സാധിക്കും കേട്ടോ. കുതിരപ്പുറത്തൊക്കെ പോകാൻ നല്ല പൈസയാണ്. താമസിക്കാൻ പോകുന്ന ആൾക്കാരല്ല കേട്ടോ, റിട്ടേൺ വരുന്ന ആൾക്കാരാ. ഓക്കെ, എൻജോയ് 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 യുവർ ജേണി. യാ ഒരു മണിക്കൂറോളം നടന്നിട്ട് ലേക്ക് 1ന്റെ എൻഡിങ് ഭാഗം എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യത്തെ ലേക്ക് കഴിയുകയാണ്. ഇനി നേരെ കാട്ടിലേക്കായിരിക്കും കേട്ടോ. കൊടുങ്കാടുകൾ താണ്ടിയിട്ടായിരിക്കും പോകേണ്ടി വരിക. വഴിയൊന്നും എനിക്ക് അറിയത്തില്ല, ഒരു ട്രയൽസ് മാത്രമുണ്ട്. കല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിട്ട് കാണുന്നൊരു വഴി ഉണ്ടാവല്ലോ. ഇത്ര നാളും ചെയ്ത യാത്ര പോലെ തന്നെയാണ്. കാഴ്ച കാണിച്ചരാവാ. എൻ്റെ അമ്മോ, പ്രകൃതിക്ക് ഇത്രമാത്രം ഭംഗിയുണ്ടോ എൻ്റെ കൂട്ടുകാരെ. ഇതിലിറങ്ങി കുളിക്കാനൊന്നും പെർമിഷൻ ഇല്ല കേട്ടോ. അതൊക്കെ ബാനഡാണ്. നമ്മൾ ഇല്ലീഗലായിട്ട് ഒരു കാര്യം ഞാനിവിടെ ചെയ്യില്ല കേട്ടോ. ഗവൺമെൻറ് പറഞ്ഞത് എന്താണ് അതുപോലെ ചെയ്യും. അപ്പം ഇതാണ് ലേക്ക് 1 കേട്ടോ. ടയർഡായിട്ടുണ്ട്, ചിലപ്പോൾ ക്യാമ്പ് ചെയ്യും. നോക്കാം. അയ്യോ, എന്താണ് ഈ കാഴ്ചകളൊക്കെ. താറാവോ എന്തൊക്കെയാ കാണുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസം എനിക്ക് ഒരു ഡിഫറൻ്റ് ആയ ഓർമ്മയായിരിക്കും കേട്ടോ.
ഈ നാഷണൽ പാർക്കിൽ ബാക്ക് പാക്കേഴ്സിന് ആരും കണ്ടിട്ടില്ലെങ്കിൽ എന്താ പറയാ ഒറ്റക്കായിരിക്കും. പൈമരക്കാടെത്തി കേട്ടോ. ആദ്യം ലേക്ക് കഴിഞ്ഞ് പൈമരക്കാടുകളായി. ഇനി കാടും താണ്ടി 4 കിലോമീറ്റർ 5 കിലോമീറ്ററോളം നടന്നാൽ ലേക്ക് 2 എത്തും. ഇന്നെത്തും തോന്നില്ല, ഇന്നൊരിക്കലാവില്ല. വിത്തൗട്ട് ലഗേജ് ആണ് കേട്ടോ 4 മണിക്കൂർ എന്ന് പറയുന്നത്. വിത്ത് ലഗേജ് ആവാൻ പറയാലോ. ഇണ്ടോ വൈൽഡ് എന്താ അറിയില്ല. എനിക്ക് ജീവിതത്തിൽ ഒരു അപകടങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ആനിമൽസിന്റെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് ഈ കാട്ടിൽ മാത്രമേ ജീവിക്കും കേട്ടോ. ആനിമൽസ് എനിക്ക് പേടിയാണ്, നല്ല പേടിയാണ്. രാത്രി കാലങ്ങളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഭയക്കേണ്ടത്. എന്താവും ഒന്നും അറിയില്ല. ഭക്ഷണ സാധനങ്ങളൊക്കെ മരത്തിൽ തൂക്കി വെക്കണം, അങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞത്, ആനിമൽസ് വരാതിരിക്കാൻ വേണ്ടി ടെന്റിനകത്തേക്ക്. അപ്പൊ എന്തായാലും മെല്ലെ മെല്ലെ നീങ്ങാം കേട്ടോ. ചുണ്ടൊക്കെ പൊട്ടിയില്ല ഇപ്പോഴേ, തണുപ്പടിച്ച് തുടങ്ങിയിട്ട്. സ്ലീപ്പിംഗ് വേഗം നിർത്തിട്ടാട്ടോ ഇപ്രാവശ്യം. നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവന്നില്ല, എല്ലാ ഡ്രസ്സും എടുത്തിരിക്കാം. യാത്രകൾ ചെയ്യുമ്പോഴാണ് കേട്ടോ ഓരോരോ കഥകൾ നിങ്ങളോട് പറയാൻ തോന്നുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യൻ ആയുധം എടുക്കുന്നതിന് പകരം ബുക്കുകൾ എടുത്തിരുന്നെങ്കിൽ, യുദ്ധം നടക്കുന്നതിന് പകരം എല്ലാവരും യാത്രകൾ ചെയ്തിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ശാന്തമായി എല്ലാം നീങ്ങും. കാരണം നമ്മളിങ്ങനെ യാത്രകളൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഭൂമിയുടെ സൗന്ദര്യം നമ്മൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക കേട്ടോ, ചീത്തൊന്നും വിളിക്കരുത്. എനിക്കിതൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു കേട്ടോ. പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ ദൈവമുണ്ട്, ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഭൂമിയിൽ ഇതൊക്കെ സത്യമാണെങ്കിൽ മനുഷ്യന് സത്യമാണ്, അവന്റെ ജീവിതം സത്യമാണ്. ഇത്രയും മനോഹരമായ പ്രകൃതിക്ക് ഒരു ആകൃതി കൊടുത്തത് ആരാണെന്നൊന്നും എനിക്കറിയില്ല. പ്രപഞ്ചം തന്നെ ആവട്ടെ കേട്ടോ. എന്നിരുന്നാലും മനോഹരമായ ഒരു നദിയും പൈൻ മരങ്ങളും മലകളൊക്കെ ആയിട്ട് ഈ ഭൂമി ഒരുപാട് സന്തോഷം നൽകുന്നു കേട്ടോ. ഭൂമി തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിലെ പഠിക്കാനുള്ള ഏറ്റവും വലിയ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. എന്തായാലും യാത്രകൾ തുടരുകയാണ്. സമയം ഇപ്പോൾ 2 മണിയാവാനായി കേട്ടോ. ഒരു 3 മണിക്കൂർ ഉണ്ടെങ്കിൽ എനിക്ക് ക്യാമ്പ് ചെയ്തിട്ടില്ല, ഞാൻ പെടും ഈ കാട്ടിൽ. എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതിനുള്ള ഭക്ഷണം കഴിക്കണം. നാഷണൽ പാർക്കിന്റെ ഗേറ്റിൽ നിന്നും ഭക്ഷണം വാങ്ങിന് കേട്ടോ. ഞാൻ ആ ഭക്ഷണം എടുക്കട്ടെ. അയ്യോ, ഫുഡ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. ലക്ഷറി ഫുഡ്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ വാങ്ങിയത്. ചിക്കൻ്റെ എന്തോ പപ്സ് ആയിട്ടാണ് കേട്ടോ. ഈ നാഷണൽ പാർക്കിനകത്ത് ഇരിക്കേണ്ട ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. കിടിലം പോലെ മരം കൊണ്ടൊക്കെ മുറിച്ചിട്ട് ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നുമില്ല. വഴിയിലൊക്കെ ഓരോ ഡസ്റ്റ്ബിൻ ഉണ്ട് കേട്ടോ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. നമ്മുടെ രാജ്യത്തിൽ അത് കൊണ്ടുവരുന്ന എനിക്ക് തോന്നി കേട്ടോ. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നമ്മളെ ട്രക്കിംഗ് റൈഡേഴ്സ് കുറേ വലിച്ചെറിഞ്ഞ് കണ്ടിട്ടുണ്ട് ഞാൻ ഇന്ത്യയിൽ നേപ്പാളിലൊക്കെ പോകുമ്പോൾ. അത് മോശമാണ് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, കസാക്കിസ്ഥാൻ്റെ ഗവൺമെൻറ്. ഇത് കഴിക്കാം. എൻ്റെ വായിക്ക് രുചി വരുന്ന സാധനം നല്ല കേട്ടോ ഇത്. പക്ഷേ വേറെ വഴിയില്ല കേട്ടോ, പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ കഴിയില്ല. നമുക്ക് സാധനങ്ങൾ ക്യാമ്പിങ്ങിൽ എത്തിക്കാനില്ല കേട്ടോ. രാത്രി ക്യാമ്പ് ചെയ്യുമ്പോൾ ഒരുപാട് സൂക്ഷിക്കണം, കാരണം അത്രയും വലിയ കാടാണ്. നോക്കാം, തടാകത്തിലേക്കുള്ള ആദ്യത്തെ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതുവരെ കണ്ട എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം. രണ്ടാമത്തെ തടാകത്തിൻ്റെ കാഴ്ച എന്താണെന്നൊന്നും എനിക്കറിയില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാടല്ലേ. എന്തായാലും കാത്തിരിക്കാം. നിങ്ങളെല്ലാവരും തുടർന്ന് കാണുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു.